പൊന്നല്ലേ എന്റെ പൊന്നാ എന്റെ പൊന്നേ എവിടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്താടാ എന്ത് പറ്റിയടാ കെവിനെ, നിന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഞാൻ. സത്യമാണോ? ഇവൻ തന്നെ സത്യമല്ലേ? തന്ത ഉണ്ടെന്ന് ചേട്ടാ അറിഞ്ഞ അതും സത്യമല്ലോ. കെവിനൊക്കെ ഇതിനെ കുറിച്ച് അറിഞ്ഞ നീ അല്ലെന്ന് പറഞ്ഞില്ലടാ, പിന്നെന്താ നീ പറഞ്ഞില്ല. ഇനി നമ്മളിനി സംസാരിക്കണോ? ഒരു കിളി ഒരു കിളി ഒരു കിളി കാര്യമായിട്ട് പോവേ. സീരിയസ്ലി ചേട്ടൻ പാടി അടിപൊളിയായിരിക്കും. എന്താണ് ചെയ്തത്? അല്ലാണ്ടേ കവറൊക്കെ ചെയ്തിട്ടാണ്. എടാ ഈകള് ബാൻഡ് തുടങ്ങുമ്പോ അതിനകത്ത് ഫസ്റ്റ് കൺസേർട്ട് ഞാൻ പാടുമല്ലോ. ഗോപ് കൊള്ളാങ്കിലേ കൊള്ളാന്ന് പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ കൊള്ളാന്ന് പറയത്തുള്ളൂ. നിനക്ക് എന്താ മിണ്ടാത്ത? നിങ്ങളൊന്നും നീര് ചാട്ടൊന്നും മിണ്ടാത്ത കൊള്ളാന്ന് പറയുമ്പോ അഹങ്കാരികളെ. ഓ ഇതിപ്പോ ചൂസ് ഔട്ടും കൊടുക്കണമല്ലോ. ദൈവത്തെ സ്കൈ, സീരിയസ്ലി നിനക്ക് പാടാനുള്ള കഴിവില്ല. ചേട്ടാ ഞാൻ നല്ലപോലെ പാടും. നീ ഐഡിയ ശാസ്ത്രങ്ങളിൽ പാടിയിട്ടുണ്ടോടാ? ഞാൻ മറ്റേ ടാലന്റ്, ഐ ഗോട്ട് ടാലന്റ്. എടാ മറ്റേ പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താവാന്ന് പാട്ടില്ലേ, അത് ഇട്ടേക്കുവായിരുന്നു കേട്ടോ ബോബേ. അത് പാട്ടൊരു വഴിക്ക് പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താ, പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താ. ഇതെങ്ങനാ പാടിക്കൊണ്ടിരിക്കുന്നേ? കണ്ണം പോയോടാ, എന്റെ തങ്കം പോയോടാ. മുത്തത്തിന് വേണ്ടി കഷ്ടപ്പെടുക. കണ്ടില്ല പോയില്ലോ കണ്ണാ, കണ്ണാ. ചന്ദനമണി സന്ധ്യകളിൽ നടയിൽ നടനം തുടരും. എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ബോബിന്റെ ഒരു R&Bക്ക് വേണ്ടിട്ടാ. ഈ GBC എല്ലാം ചെയ്യാറിയാതോടാ. ഞാൻ ചേട്ടാ ഒന്ന് വീട്ടിലോട്ട് മാറിയിട്ട് വേണം എനിക്കൊന്ന്. ഇവിടെ GBC ഇവിടെ ഒരുപാട് പേര് ചത്ത കിടക്കുന്നത്. റീഫോക്കസ്ഡ് ആണ്. മാമനോട് വരണ്ടെന്ന് പറഞ്ഞു. ഇനി വന്നു കഴിഞ്ഞാൽ എന്റെ കമ്പ്യൂട്ടർ തിരിച്ചു വന്നു പറഞ്ഞു. ബൂട്ട് ക്യാമ്പിലെ എല്ലാം അവസാനിക്കുമ്പോഴത്തേക്ക് തുടങ്ങിയ മാമൻ വരും. അല്ലല്ലോ, എനിക്ക് റെന്റ് തന്ന്, ഡെപ്പോസിറ്റ് തന്ന്, റെന്റ് തന്ന്, എല്ലാം റെന്റ് തന്നില്ല കേട്ടാ. ഡെപ്പോസിറ്റ് ഭാഗം തന്ന്, ഡെപ്പോസിറ്റ് 4000 രൂപ തന്നെ. എന്നിട്ട് താമസിക്കാൻ മാത്രം വന്നില്ല. എന്നിട്ട് പോവാൻ നേരം PC കൊണ്ടുവരാൻ വേണ്ടി വരും. എന്റെ പൈസ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വരും. അവൻ കാണട്ടെ, ഈ വീടെങ്കിലും നോക്കാൻ കാണട്ടെ. ദൈവമേ, പ്ലാൻ ചെയ്യുന്നതാ ഞാനിങ്ങനെ. കണ്ണാപ്പിയൊക്കെ എങ്ങനെയായിരുന്നു ഇറങ്ങി പ്രാക്കാന്ന് തോന്നുന്നതാ. എക്സൈറ്റഡ് ആണ് അവൻ. എന്താടാ കണ്ണാ ഇങ്ങനെ? ചേട്ടാ ഇവിടെ വന്നിട്ടേ ചേട്ടാ, തൊട്ടപ്പുറത്തെ ബാറിൽ പോയിരുന്ന ഇവന്മാര് വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു സ്റ്റെപ്പ് കണ്ണാപ്പി കയറിയില്ല. കണ്ണാപ്പിയുടെ ഏതോ കൂട്ടുകാരൻ എയർപോർട്ടിൽ വന്നു. ഇത് എറണാകുളത്തല്ലോ ഇതൊന്നും, മനസ്സിലായില്ലേ? ആടാടാ ഉറങ്ങാതെ ബാറിൽ പോയിട്ട് വെള്ളം അടിക്കാൻ എന്നെ വീഡിയോ കോളിൽ വിളിച്ചാലോ നീ? മറന്നുപോയാ? എന്തിനാണ് ഈ ബാറൊക്കെ പറയുന്നത്? പ്ലീസ്, നമ്മൾ ഈ ഒന്നാമത് ഈ നിർത്തിയ സാധനമാണിത്. പഴയ കാര്യങ്ങൾ എനിക്ക് കണ്ണാപ്പി എക്സ്പോസ് ചെയ്യാണ്ട്. VNV മനെ മക്കളെ VNV വന്നു. വീഡിയോ റിലീസ് ആയി മാമനോട് VNV റെഡി ആവാൻ എന്തോടാ പൗഡർ ഇട്ടോണ്ടിരിക്കുവാന്നോ? മേക്കപ്പ് ഇടുവാണോടാ? മേക്കപ്പ്
എന്താണ് പറഞ്ഞത്? എടാ ബോബെ നാളെ ഉച്ചയ്ക്ക് ലൈവ് ഇടുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം ഫിഫ ഫിഫ നാളെ നമുക്ക് നാളെ ഞാൻ ചിലപ്പോഴേ കാണത്തുള്ളൂ. അത് നാളെ ഇവ ലൈവില്ലല്ലോ. നീ എപ്പോഴാ പറഞ്ഞതിന്? ഞാൻ വരുന്ന ദിവസം കൺഫേം അല്ല കേട്ടോ, ഞാൻ പറയാം. ഇതാ സ്വന്തം അടുത്ത കൂട്ടുകാരനല്ലേടാ. അടുത്ത കൂട്ടുകാരൻ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് പോണം. പോയായിരുന്നു ജസ്റ്റ് ഒന്ന് പോയി. ചേട്ടാ ഇത് എന്താ സംഭവം അറിയട്ടോ? ഇതിപ്പോ പരിപാടിയാണ് ഇതൊക്കെ. ബോബോയ് വേറെന്താ വലുതാണ് പ്ലാൻ ചെയ്യണം. അതില് വിക്ടറായിട്ട് കണ്ടാൽ ഞാന് ചന്ദ്രു ഈകള് വരുമോ? അറിഞ്ഞൂടാ. ബ്രിഡ്ജ് ക്യാമ്പിംഗ് അല്ല ബ്രോ. പബ്ജി കളിക്കണം. ബ്രിഡ്ജ് ക്യാമ്പിംഗ് ആണോ? എന്താ പബ്ജിയാ? കേട്ടപ്പോ ടെൻഷൻ ആയി പോയി. ഒരു സെക്കൻഡ്. എടാ ഇവിടെ ബ്രിഡ്ജ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? എന്താ സംഭവം? ചെയ്യാവോ അതോ ചെയ്യാൻ പാടില്ലേ? രണ്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത് VNV TV അപ്പുറത്തെ ബ്രിഡ്ജ് വഴി കയറി, VNV ഇപ്പുറത്തെ ബ്രിഡ്ജ് വഴിയാ കേറിയത്. പക്ഷെ അപ്പോഴത്തേക്ക് TV ഇവിടെ നിൽപ്പുണ്ട്. ആണല്ലേ? രണ്ട് വഴി ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റ നമുക്ക് പറയാലോ, രണ്ടെണ്ണുണ്ടല്ലോ. അതെ അപ്പാ അല്ല VNV ലൊക്കേഷൻ ചോദിച്ചിട്ട് TV കൊടുത്തില്ലെന്നാ പറയുന്നത്. SRK സംസാരിക്കുന്നുണ്ടോ വല്ലോ? എന്താണ് ചോദിച്ചോളൂ. മക്കളുടെ സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവ് ഇടിച്ചിട്ട് KVയുടെ ഒരു പ്ലെയർ ആ വണ്ടി പോയിട്ട് രണ്ടുപേരെ തട്ടി. KVയുടെ വണ്ടീനെ ഇടിച്ചു. ഓക്കെ, ആ വണ്ടി തെറിച്ചു പോയിട്ട് KVയുടെ പ്ലെയറിനെ തട്ടി. എന്തൊക്കെ പ്രശ്നമാണെന്ന് പറ. നല്ല വാൾപേപ്പർ എന്താ പറയാൻ വന്നേ? അടി കാണിടാ ഒന്ന്. അടി പ്രൊമോട്ട് ചെയ്യോ അതോ നെല്ലിക്ക മീഡിയം ഹോൾഡ് വിളിയടാ. ബ്രാവോ, സിറ്റുവേഷൻ ഹോൾഡ്. ഈ പെട്ടെന്ന് ഇത് വീഡിയോ ഇടുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ കെല്ലിന്റെ ഇടയ്ക്ക് പിടിക്കുമ്പോ ഞെട്ട് ചെറുക്കൻ. എവിടെ കൊണ്ടാണ് നീ ക്യാം വെക്കണ്ടേ? സോറി ബ്രാവോ. ലൊക്കേഷൻ തരണ്ടേ? എടാ അവര് എൻട്രി ചെയ്തത് അപ്പുറത്തെ വഴി, നിങ്ങൾ എൻട്രി ചെയ്ത് ഇത് വഴി. അതുകൊണ്ടാണ് ബ്രിഡ്ജ് ക്യാമ്പിംഗ് അല്ലെന്ന് പറഞ്ഞത്. ഞാൻ ആ വീഡിയോ നോക്കിട്ട് വരാം. ശിവ ഇത് നീ നോക്കേ. പറയൂ. ഞാൻ രണ്ട് വണ്ടിയുടെ ഇടക്കായിരുന്നു. പിന്നെ രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് അവൻ ആരടാ? ബമ്പറോ? ഫ്രണ്ടിൽ കണ്ടതിനെ അടിക്കാം. പക്ഷെ അവർ ലൊക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? നിങ്ങളല്ലേ പ്രീ വാർ ജയിച്ചു. തങ്ക നിർത്തിയടാ. മുന്നിലുണ്ട്. അല്ല ഹലോ, നമ്മള് അവിടെ ഉണ്ടായില്ലേ? അവിടെ ഉണ്ടായപ്പോ നമ്മുടെ ബാക്കിൽ തന്നെ മറ്റേ വണ്ടിയുണ്ട്. നിങ്ങളുടെ ബാക്കിൽ തന്നെ അവരുടെ വണ്ടി ഉണ്ട്. എവിടെ ഉണ്ട്? ആ VNVന്റെ വണ്ടി ഉണ്ട്. എവിടെ ഉണ്ടായിരുന്നു? അപ്പം ആ പാലത്തിൽ, ആ ബ്രിഡ്ജില്. ഉണ്ടായി. എന്നിട്ട് ഒരു വണ്ടി നമ്മുടെ നിങ്ങൾ വീഡിയോ വിട്ട് എന്തിനായിരുന്നു? ഇതൊക്കെ പണ്ട് എന്റെ ഇരുന്ന ട്യൂണല്ലേ ഇവിടെ പോവേ. മിസ്സായി പോയതല്ലടാ. പാട്ട് പാടിയപ്പം ഇവൻ എന്റെ കൂടെ ഡ്യൂറ്റ് അടിച്ചിട്ട് എടുത്തോണ്ട് പോയതല്ലേ. സായി
അങ്ങനെയില്ലേ? സായിക്ക് കള്ളനല്ലേ? ജിമ്മി ബ്രോ, welcome stream. ഈ പൈസ് ട്യൂൺ ഞാൻ പാടിയതാണ്. ഓ. അടികാട്ടെ നെല്ലിക്കർക്ക് വീസ അവനങ്ങ് കൊണ്ടുപോയത്. POV കാണിക്കാൻ പറയാൻ പറ. ആ പാട്ട്. സായി അണ്ണന്റെ ഒപ്പം പിന്നെ പഠിച്ചു കൊടുക്കണമെന്ന് എന്റെ ഒപ്പം പഠിച്ചതാണോ? വേറെ സായിയാ? സായിയാ? ഇത്രയും കൊച്ചിറക്കാൻ പറ്റുമോ സായി? അണ്ണ വെച്ചിറങ്ങി ആരും തൊടാ, ഞാൻ തൊടാ, വല്യപ്പനോടാ സ്കൈ. ആ, sorry, എഴുതറി. ചേട്ടൻ കൊച്ചിറക്കനാ. കൊച്ചു കൊടുക്കണോ ഞാനോ? അല്ല ഇല്ല, വല്യപ്പൻ. വല്യപ്പനോ? ഭീഷണി ഭീഷണി ആ, ഒരു പുരുഷൻ. എല്ലാരും വണ്ടി പുരുഷൻ. ഓ, നീ പിന്നെ സ്ത്രീയാണല്ലോ. ഫ്രീയാണ്. അയ്യോ. എടാ സ്കൈയെ വിളിച്ചപ്പോ മറ്റേ ഇത് കേട്ടിട്ടുണ്ടോ? മറ്റേ റിംഗ് ഇത് ഹലോ ട്യൂൺസ് കേട്ടിട്ടുണ്ടോ? സ്ത്രീ ജന്മം പുണ്യ ജന്മം ഇതൊക്കെയാണ് സ്കൈയുടെ ഹലോ ട്യൂൺ. അവര് ക്ലെയിം ചെയ്യുന്നത് അവരപ്പുറത്തെ ബ്രിഡ്ജിൽ നിന്ന് കയറിയപ്പോ നിങ്ങളുടെ ഒരു വണ്ടി അവരുടെ പുറകിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവര് ഇങ്ങോട്ട് വന്നത്. അവരിവിടെ എത്തിയപ്പോ നിങ്ങളെ സ്പോട്ട് ചെയ്തു. ലൊക്കേഷൻ റോള് കിട്ടി, റോൾ എനിക്ക് കിട്ടി. റോള് കിട്ടി. ഇതൊക്കെയാണോ ഈ പറയുന്നേ? അത് കഴിച്ചു. അവിടെ പോയി അടിച്ചാ മതി. അല്ല, ഇതില് ഡിസ്കോഡിൽ കിട്ടിയാണോ റോള്? ആ ഡിസ്കോളിൽ കിട്ടി ടി വി കിട്ടി. നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 5 ഇവര് കണ്ടുമുട്ടിയതിനു ശേഷം അടിയായത്. വെയിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റൂൾ അല്ല ഓക്കെ അതൊക്കെ ബാറ് കാണും. വേറെ നടന്നോണ്ടിരിക്കും ബ്രോ. പിന്നെന്താ കാണണം? എടാ നീ എന്തുകൂടെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? അല്ല പിന്നെ ചോദിച്ചു പറഞ്ഞില്ല. ഇതിപ്പോ നമ്മളെ ഇതിന് കാണണം. പിന്നെ പറ്റുന്നില്ല. റീൽസ് ആണോ കാണുന്നത്? വേറെ ബ്രോ അപ്പൊ തന്നെ വന്നപ്പോ തന്നെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെ വന്നപ്പോ എന്ത് കാര്യം പറയാനല്ല ഒരു ബ്രാവോ ഇക്കാരെ തെറി വിളിച്ച് ഇറങ്ങി പോകുന്നു തോന്നുന്നു കേട്ടോ. എന്ത് പറഞ്ഞിട്ട് വരാന്ന് ആരാ പറഞ്ഞത്? ലൊക്കേഷൻ തരാണ്ട് അതൊന്നും അറിഞ്ഞൂടെ ഒന്ന് പറയാതെ നിനക്ക്. ലൊക്കേഷൻ ഒരാളെ വന്നേ. അത് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ പോയെ? ഓക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ മുകളിൽ കണ്ടോ? ആ മുകളിൽ നമ്മളൊരു വണ്ടി ഉണ്ടായി. ആൾക്ക് വണ്ടിയിൽ എന്ത് ചെയ്താൽ കേറാൻ പറ്റുന്നില്ല. നിങ്ങൾ ബ്രാവോ ഇപ്പൊ തെറി വിളിക്കും. ഇതിപ്പോ ബ്രാവോ തെറി വിളിക്കും കൺഫേം. പിന്നെ നമ്മളവിടെ ഹെൽപ്പ് ഇടുന്ന എങ്ങനെയാ? അത് ഹെൽപ്പ് ഇട്ടാലേ ഒരു അഡ്മിന് വരാൻ ഹെൽപ്പ് പറ്റുള്ളൂ. ഇട്ടിട്ടാണല്ലോ ഒരു അഡ്മിൻ വന്നത്. ബ്രോ നിങ്ങൾ ആദ്യമേ ഹെൽപ്പ് ഇട്ടപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണ്? അഡ്മിൻ വന്നപ്പോ എന്താണ് നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അഡ്മിൻ പറയാണ് ഇത് പറ്റില്ലെന്ന് പറയാതെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏത് അഡ്മിൻ? റോള് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടില്ല ബ്രോ. എടാ അത് റിഫ്ലക്ട് ആവാൻ കുറച്ച് സമയം എടുക്കൂടാ. ഒരു ലൊക്കേഷൻ തരാൻ നമ്മൾ കണ്ടിട്ട് പോലും അല്ല അത് നിങ്ങൾ സംസാരിച്ച ഞാനാണ്. ഞാൻ അവിടെ ഇറങ്ങിയിട്ടാണല്ലോ സംസാരിച്ചത്. ഞാൻ ഇൻവിസിബിൾ അല്ലായിരുന്നു. പോവാണോ? എന്താ ഇവര് ചോദിച്ചത്? ബ്രാവോ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടാനെ. മോഹം മാറി. അതെ ഇവര് വേറെന്തെങ്കിലും ബഗിന്റെ കാര്യോ വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്റെ ഇടയ്ക്ക്. അടുത്ത അടി കേട്ടോ. അടുത്ത ഉറപ്പായിട്ട് അപ്പൊ ചീത്ത വിളിക്കും. അത് മനസ്സിലായി. നിങ്ങൾ ഹെൽപ്പ് ഇടാൻ പറയുമ്പോൾ ഹെൽപ്പ് ഇട്ടാല് ഒരു അഡ്മിന് വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. സിറ്റുവേഷൻ ഹോൾഡ് അല്ലാത്ത പക്ഷം അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കൗട്ടും വെള്ളം കുടിച്ചിട്ടോട്ടെ. നിങ്ങളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാല് അവര് എന്തായാലും ഫൈറ്റ് ഇനിഷ്യേറ്റ് ചെയ്യത്തില്ലേ? കൈ ഒന്ന് ചാറ്റ് ആയിക്കണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലെയറിന് വാർ ചാറ്റിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ബഗ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇട്ടുണ്ടായിരുന്നോ? ആ സമയത്തൊന്നും ആരും ചാറ്റിലാൻ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഹെൽപ്പ് ഇടാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മുടെ 13 പേരേ ഉള്ളൂ. ആ 2 പേരെ കയറ്റി കഴിഞ്ഞു. ഒരാൾ വീഡിയോ ആയിട്ട് പോയതാണ്. ഒരാള് വീഡിയോ ആയിട്ട് പോയ ആളോട് കളിക്കാൻ പറ. ഇന്റൻഷൻ അല്ലാത്ത വീഡിയോ ആണെങ്കിൽ പുള്ളിക്ക് കളിക്കാം, പ്രശ്നമില്ല. മറ്റേത് ഓൾറെഡി സ്റ്റാർട്ടിന് ശേഷം അവര് വെടിവെച്ചാ കൊന്നത്. ആ പ്ലെയറിനെ നമുക്ക് തിരിച്ചു കയറ്റാൻ പറ്റത്തില്ല. എവിടെ പോയാലും വണ്ടി കയറാത്ത ബഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഹെൽപ്പ് ഇട്ടാലേ അഡ്മിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്നത് ബഗ്ഗായി നിന്നു. ഓക്കെ, ബഗ്ഗായി നിന്നുകൊണ്ട് അവന് കയറാൻ പറ്റിയില്ല. അവര് വന്ന് ഫൈറ്റ് എടുത്തു, വെടിവെച്ച് കൊന്നു. ഓക്കെ, അത് നിങ്ങൾ പറയുന്ന പോയിന്റ്. ഇത് ഈ കാര്യം ഞങ്ങൾ ഫൈറ്റ് എടുത്തു. അങ്ങനെ ഒരു ചത്ത പ്ലെയറിനെ എന്തിനു തിരിച്ചു കയറ്റണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നെല്ലിക്കയുടെ കാര്യത്തിൽ ഗ്രീൻ സ്ക്രീൻ വേണോടാ. അതൊക്കെ വരാൻ പറയൂ. ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നേ വരുന്ന അഡ്മിൻ കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് നേരെ സംഭവിച്ചിട്ടുണ്ട്. അത് പറ്റൂലോ? പറ്റാത്ത നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു നമുക്ക്.
വേറൊരു സാധനം എക്സലേ, എന്താണ് നീ ഇവരോട് പറഞ്ഞത്? അത് ചോദിച്ചിട്ട് പറഞ്ഞു. ഇവരെന്നോട് ഹെൽപ്പ് ഇട്ടിട്ട് ഞാൻ ആ പാലത്തിന് ഞാൻ നെല്ലിക്കട POV നോക്കിട്ട് വരാം. വന്നോ POV വെരിഫൈ വന്നോ PC-ല്? ഞാനേ ബ്രാവോടെ PC-യുടെ സൈഡിലെങ്ങാണ് ഇരിക്കുക. ഞാൻ ബ്രാവോടെ ടേബിളിലെങ്ങാണ് ഇരിക്കുക. അതൊക്കെ നടക്കത്തുള്ളൂ. ഹലോ ഹലോ, വാടാ മാപ്പിളേ. അതല്ലടാ പോയിന്റ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞതാ. ചേട്ടാ ഫുൾ സ്ക്രീൻ ആക്കോട്ടോ. ഇതെന്തോ കേട്ടോ ഇടിച്ചാണോ? അവരെന്തോ പറഞ്ഞത് കാണിക്കാനുള്ള ഞാൻ ഉടുപ്പിടാതിരിക്കും. അതാ ക്യാമറ ആക്കാതെ. ഉടുപ്പിടായിരുന്നപ്പോ എന്തുവാടാ നിന്റെ സെസ്കി ബോഡിക്കുന്ന കാണട്ടെ ആൾക്കാർ. ചേട്ടാ ഞാനൊരു 3-4 മാസം കഴിഞ്ഞ ഊരും ചേട്ടാ. അപ്പൊ ചൂടെടുക്കൂ. അതിന്റെ മുന്നത്തെ കാരണം നിനക്ക് എത്ര വീഡിയോ മാണിങ് വന്നവിടെ? എനിക്ക് അറിഞ്ഞൂടെ ഇതൊന്ന് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ. അയ്യോ എന്റെ ക്യാമറ വീഡിയോ മാണിങ് അവിടെ ബാക്കോട്ട് എടുക്കുമ്പോ വാടാ ഇറങ്ങി. ഇനി ഞാൻ ക്യാമറ ഒന്നും മാറ്റത്തില്ല കേട്ടോ. ഞാൻ മാറ്റത്തില്ല സീരിയസ്ലി. കേട്ടോ. ഇത് ഇന്റൻഷൻ അല്ലടാ ശിവ. അവനെ കേട്ടിച്ചോ. കേട്ടിട്ട് വിഷമമാകും. വിശക്കണം. ഇവിടെ ഒരു ഒറ്റ വണ്ടി ലെക്സ് ഒരു വണ്ടിയിൽ അവരെല്ലാരും ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ മേളിലെ ഹൈഗ്രൗണ്ട് BNBക്ക് അവർ കൊടുത്തില്ല. നല്ലൊരു അഗ്രഷൻ TVNB 2 പ്ലേസ് ഇവിടെ ഇറങ്ങി. ഇറങ്ങിയിട്ടുണ്ട്. ഡെസ്ട്രോ വില്ലുമനെടുത്ത് ആ വണ്ടിക്കകത്ത് ആൾക്കാർ ഇറങ്ങുന്നതിന് മുന്നേ ബാക്കി എല്ലാരും മേളിലോട്ട് കക്കാശി വളഞ്ഞടിച്ചോണ്ടിരിക്കുകയാണ്. കളിച്ചല്ലേ നമ്മളാരും എന്തിനാടാ വെറുതെ ഇങ്ങനെ സിറ്റുവേഷൻ എടുത്ത് വാർ എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോട്ട് ചോദിക്കുക. നെല്ലിക്കേക്ക് ഉപ്പിലിട്ട് എന്തിനാണോ വെറുതെ ഇങ്ങനെ വന്നിട്ട് എനിക്കറിയാത്ത എന്തോന്നറിയാവോ? എന്തിനാണോ ഇങ്ങനെ വന്നിട്ട് സിറ്റുവേഷൻ എടുക്കുന്നത്? എന്തായാലും ഉമ്മാർക്കറിയാൻ തോക്കുമെന്ന്. സത്യം അമ്മമാര് അറിയാലോ. പിന്നെന്തിനാണ് ഇത്രയും വലിയ ഹോസ്റ്റേജ് സിറ്റുവേഷന്റെ ആവശ്യം? അപ്പോഴാണ് മീറ്റിങ്ങിന് പോയപ്പോഴും അവന്മാർ എനിക്കറിയാം. ഇതിന് മുന്നേ നമ്മളൊരു ഗ്യാങ് വാർ കളിച്ചില്ലടാ. ഏതായിരുന്നടാ? മറ്റേ വേർ ഈസ് മൈ റെഡ് കാർ, വൈ ഹിറ്റ് മൈ റെഡ് കാർ. അതേതായിരുന്നത്? അവന്മാർ എന്ത് മാന്യമായിരുന്നു അറിയാവോ? അവന്മാർ ചത്തെടുക്കുമ്പോഴും ലവ് യു അണ്ണ, ബിഗ് ഫാൻ അണ്ണ, ഇതൊക്കെയായിരുന്നു. കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ ഒരു വേവ് കിട്ടിയോണ്ടാണ് കളിയാൻ കയറിയത്. 5 മിനിറ്റ് തീർന്നല്ലോടാ ഇത്. 5 മിനിറ്റ് ഒന്നും ഇല്ല, അത്രയും പോലും പോയിട്ടില്ല. അതിന് മുന്നേ തീർന്നു. ഇങ്ങനെ എടുത്തിട്ടുണ്ടോടാ? നിരുപമ വന്നതിന് ശേഷം നിന്നെ ഡിസ്കോഡിൽ കാണാനില്ല, സിറ്റി കാണാനില്ല. പോടാ. 24 മണിക്കൂറും ഡിസ്കോഡ് ഇരുന്നിട്ട് ഫ്ലോലെസ് ആണോ നമ്മളടിച്ച? ഈസി മാൻ, ഈസി. പ്രണയല്ലടാ പ്രണയം. പ്രണയത്തിൻ നിറം.
എടാ ഈസിടാ. മനസ്സിന് എടാ എന്തിനാണോ എന്തോ ഇവന്മാര് പിന്നെ സിറ്റുവേഷൻ എടുക്കുന്നത്? അതുകൊണ്ടല്ലേ ആരും ഡെസ്ട്രോ ലൈവ് ഉണ്ടോടാ? ചുമ്മാ ഓരോന്ന് പറയല്ലേ, നാളെ ആരും വരത്തില്ല കേട്ടോ. ആ ഡെസ്ട്രോ ഉണ്ട് ഒരു മിനിറ്റ്. ഡെസ്ട്രോന്റെ POV ഉണ്ട്. ഡെസ്ട്രോന്റെ POV ഉണ്ട്. ഡെസ്ട്രോയുടെ POV ഇട്ടോ, ഡെസ്ട്രോയുടെ POV യാ. അവനവന് ഭ്രാന്ത്. വലുതാക്കാനും ഏതല്ലെന്ന് എടാ ഇവന്റെ മാർക്ക് കണ്ടോ, ചെറുത്. അത് കൊള്ളാം. എന്തിന്റെ മാർക്ക്? ഭയങ്കര ചെറുത്. റെസ്റ്റോറന്റ് ഭയങ്കര ചെറുത്. ആ എടാ അവൻ കൊണ്ട് കുത്തി സ്ഥലം പൊളിയല്ലേ. വേറെ ഏതോ വാറുണ്ടടാ, അതാണ് ഈ ഡെസ്ട്രോയുടെ കൂടെ കളിക്കുന്ന ഡുവോ ആരാടാ? ഡെസ്ട്രോയുടെ ഡുവോ ആരാ? ഫുൾ സ്റ്റാക്ക് ആണെന്ന് ഓ ഇവന്മാര് 3 പേരും കൂടെ അല്ലേ T47 സ്കിപ്പ് ചെയ്തേ. ഇവന്റെ ഏതാടാ കാർഡ്? വീഡിയോ മടിക്കണം മൊണ്ണെ. വീഡിയോ മടിക്കണ്ടടാ മുന്നേ. ഓ വീഡിയോ മടിക്കണ്ടടാ വണ്ടി വിട്ട് പോലെ വണ്ടി എടുത്തോ. പാവ ഒരുത്തനാട്ടോ, വെറും പാവ. എഫക്റ്റ് ഉണ്ടടാ. എന്തൊക്കെ പറയുന്നത്? ചെറുത് കൊള്ളാം പക്ഷെ. ഓ കുണ്ടച്ചുമണേ ഡെസ്ട്രോ ഒക്കെ റീലോഡ് ചെയ്തിട്ട് അടിക്കുന്നടാ. ഊമ്പടാ വളരെ നല്ല പയ്യൻ. തറവാടി എടാ ഇത് മറ്റേ കിൽഫീൽഡ് മറ്റേ സായിപ്പി കേട്ടാ. ഇത് എന്തോ ഇവിടെ ഈ മാർക്ക് ഇവിടെ അതിന് പറഞ്ഞില്ല. എന്നിട്ട് 5 ഇല്ലാണ്ടാണ്. കഴിഞ്ഞല്ലേ പൊക്കോ പെട്ടിന് പൊക്കോ. ആദ്യം പഠിച്ചിട്ട് വാടാ, വെടിവെക്കാൻ പഠിച്ചിട്ട് വാ മച്ചു. കൊണക്കല്ലേ കൊലക്കല്ലേ പട്ടിത്തീട്ടമേ ഞാൻ ഡിസ്മെന്റൽ ആക്കിട്ട് നീ പൊക്കോടാ. ആ പോയി അപ്പാപ്പിന് മനസ്സിലായില്ലേ? കണ്ടാ മച്ചു. എടാ ബ്രാവോ ഡെസ്ട്രോ ഉണ്ടോ അവിടെ? ഡെസ്ട്രോ കളിയല്ലേ. ചന്ദ്ര എത്ര പിക്കണ്ടാ? ഇപ്പഴാണ് ശരിക്കും പറഞ്ഞ ഡെസ്ട്രോന്റെ ആ ഒരു കിൽഫീൽഡിന്റെ സൗണ്ട് അല്ലേ? എല്ലാരും കിടിലമായിട്ട് കളിച്ച് ഒന്നും എടാ അവന്മാർക്കൊന്നൊരു ചാൻസ് കൊടുത്തില്ലടാ ബ്രാവോ. മണ്ടന്മാര് അടുത്ത് വന്നിട്ട് 4 പേര് ഇറങ്ങാണ്ട് വണ്ടിയിൽ കളിയായിരുന്നടാ. ഇതിനായിരുന്നോടാ അവന്മാർ അരമണിക്കൂർ അവിടെ നിന്ന് തർക്കിച്ചേ. എടാ ഞാൻ വേറൊരു കാര്യം ചോദിക്കണം. ചന്ദ്ര നീ മറ്റേ വ്ലോഗിനകത്ത് നീയാണോ ഡ്രോൺ പറത്തിയ വിഷ്വൽസ് എടുത്തേ? അതെ. കൊള്ളായിരുന്നു നൈസാ. എന്ത് ചെയ്യാനാട്ടാ. ഡ്രോണിന്റെ ക്വാളിറ്റി എടാ വിഷയമായിരുന്നു കേട്ടോടാ. വിഷയങ്ങളി എടാ എന്ത് പാടാ ഡെസ്ട്രോ, എന്തൊക്കെയാ പറയുന്നേ നീ? തീറ്റമേ ഇറങ്ങിപ്പോടാ. അത് വിഷയമായിരുന്നു. അസൻസി നൈസായിരുന്നു. അസൻസി ഒന്നില്ലേ? പക്ഷേ അവന്മാരുടെ കൊണ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവന്മാര് പ്രീവാർ ജയിച്ചു. ഞാൻ ആ കൊണ കേട്ടപ്പോ ഞാൻ ലൈവിനകത്ത് ഓൾറെഡി ഒരു മാസ് ഡയലോഗ് ഓടിച്ചിട്ടാ. പിന്നെ കൊണ കേട്ടപ്പോ ഞാനും ഒന്ന് ടെൻഷൻ ആയിരുന്നു. പക്ഷെ
പിന്നെ മനസ്സിലാക്കി കൊണ മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ ഇറങ്ങിയപ്പോ മനസ്സിലാക്കണോ മാത്രമേ ഉള്ളത്. വാറോട് കഴിഞ്ഞപ്പോ മനസ്സിലായി കൊട മാത്രം കൊട മാത്രം കൊട മാത്രം. 7, 8, 9, 10, 11, 3, 14. ഒരു കിലോടെ പോയി. അത് ഒരു കിലോ ആദ്യമേ 5 കിലോ തോന്നുന്നു. ഡെസ്ട്രോയ്ക്ക് 5 ഇല്ല. എന്താ സിസ്റ്റർ ഇതൊക്കെ. ഓരോ ഡിസ്ട്രോന്റെ കാർഡ് ഏതാടാ? കാർഡ് കാടേതാ കാട് അസെൻസിയോ POV. എടാ അസെൻസിയോ ഉണ്ടോ ഇവിടെ? പോയി തോണത് അവരന്നിട്ട് കാണിച്ചോളത്. ഇതിനാണല്ലോ ഇവന്മാര് മറ്റേ ലൊക്കേഷൻ തന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു. വില്ലു 3 കില്ല്, അസെൻഷ്യോ 2 കില്ല്, കുറുപ്പ് 2 കില്ല്, നീലൻ 1. എടാ ബീഡി എന്തിയുടെ ഇവിടെ ഉണ്ടോ? എന്തോനെ ലൈവില് കാണിച്ചാൽ മതി കേട്ടാ. ചോദിക്കണതാ ബീഡി വിളിക്കുന്നത്. അല്ല ബീഡിയുടെ POV കാണിക്കലടാ, ബീഡിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. കേട്ടില്ലേ? ബീഡി ജാങ്കോ POV ഉണ്ടെന്നോ? ജാങ്കോ അത് വേറെ സൗണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ഇതിപ്പോ ആരാ ഉണ്ടാക്കിയത്? ബേബിജിൻ ഉണ്ടോ ടിവിയില്? സൗണ്ട് ഉണ്ടാക്കിയത് ആരാണ് ഇപ്പം? ബേബിജിൻ ആരാണ്? ബേബിജിൻ വൈ നോ POV സിനിമാറ്റിക്സ് ഉണ്ട് അതുകൊണ്ടല്ലടാ POV സ്വന്തം ലൈവ് കാണിച്ചാൽ മതി ഓൾറെഡി ഇതാക്കിയത്. മറ്റേത് പാടി കായ് 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 കായ്. ഇത് രായനാണോടെ പറഞ്ഞേ? ആള് എന്നെ ബേബിജിൻ